രണ്ട് പാർട്ടിയിൽ നിന്നും വലുതും ചെറുതുമായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലുള്ള ഗവൺമെൻറ്റിന് അവിടെ പല കേന്ദ്രമന്ത്രിമാരുമായിട്ടും സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് സംസ്ഥാനത്തൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഈ കേരളം മാറ്റിമറിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ദേശീയപാത വികസനം ഉണ്ടായിട്ടുള്ളത്. എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികൾ, അത് തിരുവനന്തപുരത്തെ യുവ ശാസ്ത്രജ്ഞന്മാർക്കുള്ള പഠന കേന്ദ്രമാണെങ്കിലും, അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി ആണെങ്കിലും, അല്ലെങ്കിൽ കൊച്ചിയിലെ ഷിപ്പ്യാർഡ് ആണെങ്കിലും, എവിടെ നോക്കിയാലും ചെറുതും വലുതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് നാട് നീളെ കാണാൻ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജനം ആഗ്രഹിക്കുന്നത് അവിടെ ഒരു പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ തട്ടുകളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് മാറണം. ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനൊരു ഫയൽ അവൻ്റെ ഒരു ആവശ്യവുമായിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് 1 വർഷമോ 2 വർഷമോ കഴിയും എന്നുള്ള അവസ്ഥ മാറ്റിയിട്ട് ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് ശിക്ഷ കിട്ടാവുന്ന രീതിയിൽ, അവർ 48 മണിക്കൂർ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കുന്ന രീതിയിൽ, അഴിമതി കുറയ്ക്കുന്ന രീതിയിൽ ഇവിടെ ഒരു നല്ല ഗവൺമെൻറ് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജോലിക്കാരിയായിട്ടോ ജോലിക്കാരനായിട്ടോ പ്രവർത്തിക്കുക എന്നുള്ള മോദിജിയുടെ ആപ്തവാക്യത്തെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ഭരണകൂടത്തെ കേരളത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ജനത അവരതിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള നിയമസഭയിൽ ഒരുപാട് ആളുകളുണ്ടാകും. അതിൽ എന്നോട് മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് ഒരു മറുപടി ഇപ്പോൾ പറയാൻ പറ്റൂ.